ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരമാവധി വിജയം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ അവസരത്തിൽ ഇരു മുന്നണികൾക്കും ലക്ഷ്യം കാണണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. അതായത് 19 മണ്ഡലങ്ങൾ ശക്തമായ BJP സാന്നിധ്യമാണ്. ഇവിടങ്ങളിൽ നേരത്തെ തന്നെ നേതാക്കളെ ഇറക്കി പൊരുതാനാണ് BJPയുടെ നീക്കം. 2021 ഇത് CPM മനസ്സിലാക്കിയതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, മലമ്പുഴ, പാലക്കാട്, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിലാണ് BJP 2ാം സ്ഥാനത്ത് വന്നത്. അന്ന് CPM വിലയിരുത്തി, വളരെ കൃത്യമായിട്ട് അവർ പറയുകയുണ്ടായി. അന്ന് അവർ വിലയിരുത്തിയപ്പോൾ അത് കേട്ടവരൊക്കെ പോലും ഞെട്ടിപ്പോയി. കാരണം CPM അങ്ങനെ തുറന്ന് സമ്മതിക്കാറില്ല. തോറ്റു തുന്നം പാടിയാലും തോറ്റു എന്നുള്ള ഒരു പദം അവർ പറയത്തില്ല. മറിച്ച് വോട്ട് ശതമാനം കുറഞ്ഞു എന്ന് മാത്രമായിരിക്കും പറയുക. അന്ന് 2021 CPM വിലയിരുത്തിയത് BJP 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനായി സംസ്ഥാന കമ്മിറ്റി പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നാണ് CPMൻ്റെ വിലയിരുത്തൽ ഉണ്ടായത്. എന്നാൽ 21 കഴിഞ്ഞിട്ട് പിന്നീട് 24-ലെത്തുമ്പോൾ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തെത്തി. നോക്കണം, 2021 ഈ പറഞ്ഞതുപോലെ 2ാം സ്ഥാനത്ത് വന്നു ഇവർ പല മണ്ഡലങ്ങളിലും. അത് കഴിഞ്ഞ് 24-ലെത്തിയപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നു. 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തേക്കും കടന്നു. ഇതോടെ CPMൻ്റെ ഈ പ്രത്യേക ദൗത്യം വിജയം കണ്ടില്ലെന്നാണ് ബോധ്യമായത്. പലയിടങ്ങളിലും വോട്ട് കുറഞ്ഞപ്പോൾ അവരുടെ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർ അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, താഴെ തട്ടിൽ അന്വേഷണം നടത്തുന്നു, ആരുടെയെങ്കിലും മേൽ നടപടിയെടുക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ആ തന്ത്രം തന്നെ 2021 ഉണ്ടായി. പക്ഷേ 2024 BJP കയറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2021 അവർ ആസൂത്രണം ചെയ്ത ദൗത്യം വിജയിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് വലിയ മുന്നേറ്റം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായില്ല എന്നാണ് BJP തന്നെ വിലയിരുത്തുന്നത്. എന്നാലും UDFൻ്റെ വോട്ട് ഉയർന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഇടതുപക്ഷത്തിന് ഭീഷണി ശക്തിയായി നിൽക്കുന്നുണ്ട് എന്നാണ് തെളിയുന്നത്. BJP 1ഉം 2ഉം സ്ഥാനത്തെത്തിയ 19 മണ്ഡലങ്ങളിൽ 14 സിറ്റിംഗ് MLA ഇടതുപക്ഷക്കാരാണ്. അപ്പോൾ ഫലത്തിൽ ഇപ്പോൾ ഈ വിജയം കണ്ടുവരുന്നത് BJPക്ക് അനുകൂലമായ വിജയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശക്തമായ തിരിച്ചടി കിട്ടുന്നത് CPMനാണ്, ഇടതുപക്ഷത്തിനാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് തുടർച്ചയായ 10 വർഷത്തെ ഭരണം കഴിയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നു. ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരവുമുണ്ട്. കാരണം പ്രതിപക്ഷം വേണ്ട തരത്തിൽ പലയിടത്തും ഉണർന്ന് പ്രവർത്തിക്കാത്തതും അവർക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ ഭരണവിരുദ്ധ വികാരം മുഴുവൻ UDFിലേക്കും BJPയിലേക്കും ചിതറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അമിത്ഷാ തന്നെ മുമ്പോട്ട് വെച്ചത് എന്താണ്? BJP മേയർ വന്നു, ഇനി BJP മുഖ്യമന്ത്രിയാണ് വരാൻ പോകുന്നത്. ഈ അമിത്ഷാ ഓരോ തവണ പറഞ്ഞിട്ട് പോകുമ്പോഴും അത് വളരെ ഗൗരവത്തിലാണ് എല്ലാവരും എടുക്കുന്നത്. ആരും അതിന് പുച്ഛിച്ച് ഹാസ്യത്തോടെ തള്ളിക്കളയുന്നില്ല.
ഒരിക്കൽ കെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ 35 സീറ്റ് പിടിച്ചാൽ BJP കേരളം ഭരിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും തമാശ രൂപത്തിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇത് പക്ഷേ അമിത്ഷായാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് വലിയ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. കാരണം ചർച്ചയ്ക്ക് പോയാൽ പോലും അത് കൈപൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നവർക്കറിയാം. വെറും വിടുവാക്ക് പറയുന്ന ആളല്ലല്ലോ ഷാ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഈ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞ ഈ കാര്യം. അപ്പൊ 2021 CPM എടുത്ത പ്രത്യേക ദൗത്യം നമ്മളുടെ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് BJP കടന്നു കയറിയിരിക്കുന്നത്, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആ ദൗത്യം 2021 എടുത്ത തീരുമാനം 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ ദൗത്യം വിജയിച്ചില്ല. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിച്ചില്ല. 26 അവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിനോടൊപ്പമാണ് ഈ CPM നിന്ന് ഒരു വലിയ ഒഴുക്കുണ്ടാകുന്നത്. ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ഒരു ഇലവൊഴിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ഇപ്പോൾ റെജി ലൂക്കോസ് CPM വിട്ടു, BJPയിലേക്ക് ചേർന്നു. ദീർഘകാലം ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ഒരു അതികായനെ വീഴ്ത്തിയ ഐഷ പോറ്റി ഇപ്പോൾ CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. ഏറെ നാളായിട്ട് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരും എന്നുള്ള ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് യാഥാർത്ഥ്യമായി മാറുകയും ചെയ്തു. ഇവിടെയെല്ലാം വലിയ തിരിച്ചടിയാണ് CPMന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. CPMന്റെ വലിയ ഒരു നാവായിട്ടാണല്ലോ റെജി ലൂക്കോസ് കടന്നു വന്നത്. റെജി ലൂക്കോസ് BJPയിലേക്ക് പോയപ്പോൾ പറഞ്ഞത് തന്നെ ദ്രവിച്ച ആശയങ്ങൾ നമ്മുടെ നാടിന് ആപത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പാർട്ടിയുടേതായ രീതിയിൽ പോകുന്നു, പലരും അതിൽ സമ്പന്നരാകുന്നു, വഴിവിട്ട രീതിയിൽ പോകുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. നാളുകൾക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ പിണറായി വിജയന്റെ ഒരു പ്രതാപകാലത്ത് തന്നെ MN വിജയൻ മാഷ് പറഞ്ഞതാണ്, നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞതാണ്. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ 21 മുതൽ ഇങ്ങോട്ട് കണ്ടത് BJP പ്രത്യേകം പറയുന്നുണ്ട്, വോട്ട് വിഹിത വർധനവല്ല ഇനിയിപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്, മറിച്ച് സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ദൗത്യമാണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമീപ സമയത്തായിട്ട് 2 മുന്നണികളിൽ ഒന്ന് താഴോട്ട് പോയാൽ മാത്രമേ ഇവിടെ BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ആ 2 മുന്നണികളിൽ ഏതാണ് താഴോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM ആണ് താഴേക്ക് പോകുന്നത്. അങ്ങനെ താഴേക്ക് പോയെങ്കിൽ മാത്രമേ BJPക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്രൈസ്തവ വോട്ടുകളും ദളിതരുടെ വോട്ടുകളും ഒക്കെ തന്നെ BJPയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ BJPക്ക് മുമ്പോട്ടുള്ള യാത്ര സുഗമമായി മാറുകയുള്ളൂ. എന്തായാലും ഈ ഒരു 19 മണ്ഡലങ്ങൾ, 40 മണ്ഡലങ്ങളാണ് അവർ പറയുന്നതെങ്കിലും 19 മണ്ഡലങ്ങൾ മുന്നണികൾക്ക് കുഴപ്പം പിടിച്ചത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.